ഇവിടെ ഹൃദു ഹൃദു എന്നാണ് എൻ്റെ പേര്. ഹൃദുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ മുറ സിനിമ ഇറങ്ങി, നോർമലി ഒരു പുതുമുഖം നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ ഉള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു വലിയൊരു ടെൻഷനാണ്, ഇനി അടുത്തത് കിട്ടുമോ, അല്ലെങ്കിൽ അടുത്തത് ഇനി എന്ത് വിഷമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അതിലൊന്നും ഇട കൊടുക്കാതെ ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുതിയ മൂവിയുടെ കൂടെ ജോയിൻ ചെയ്തു. അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഇതിന്റെ വിജയത്തോടു കൂടി വന്നു ചേർന്നതാണോ, അതോ അതിന് മുമ്പേ ചർച്ച ചെയ്ത് വെച്ച്? ഇല്ല, മുറ കണ്ടിട്ട് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു. മെയിൻ കാസ്റ്റ് എന്തോ ഒരു കാരണത്തിൽ ചേഞ്ച് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയം ആ ടീമിൽ നിന്നുള്ള ആൾക്കാർ സിനിമ കണ്ട് അന്ന് തന്നെ ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു, കാരണം എല്ലാം പ്രിപ്പയർ ആയി, വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായിരുന്നു. അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി. അപ്പോൾ ചോദിച്ചു, മുറ കണ്ടിട്ടാണ് അവർ അന്ന് കണ്ടിട്ട് വിളിച്ചു. അപ്പം അതൊരു മുറകാരനെ നേടിയ ഒരു പ്രോജക്റ്റാണ് എന്ന് പറയാം. അതെ, അപ്പം 2 ദിവസത്തെ ഷൂട്ടൊക്കെ തുടങ്ങണം. അപ്പം അതിൽ പെട്ടെന്ന് പ്രിപ്പയർ ആവണം. ഈ മുറ കണ്ട് എനിക്ക് ഉറപ്പാണ്, എനിക്ക് മുന്നേ അറിയാം, മുറ കണ്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടാൻ പോണത്. എനിക്ക് ഉറപ്പാണ് 100%. കാരണം അത്രയും എല്ലാവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ. അത് ലെയറെന്നും മുറ പോലെ വരട്ടെ എന്നും അലമുറയെന്നും പിന്നെ പര്യായ പദങ്ങൾ ഒരുപാടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടേണ്ടത് ഇപ്പം കപ്പേള പോലെ ഒരു ഭയങ്കര പേരായിരുന്നല്ലോ, അവളുടെ ജീവിതമായിട്ടൊക്കെ കണക്ഷനായിട്ടുള്ള. അപ്പം അതുപോലെ ഇതിന് ഭയങ്കര കണക്ഷനുണ്ട്. അപ്പം അത് കണ്ട് മനസ്സിലാക്കി ഇതിൽ ഏത് ആംഗിളിൽ എടുക്കണം. മുറ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ, അതെന്താണെന്ന് നോക്കുക. അങ്ങനെ അവസാനം വേറൊരു ആംഗിളുണ്ട്. അപ്പോൾ അത് സ്വയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു രസമായിരിക്കും തോന്നുന്നു. അപ്പോൾ പര്യായപദങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, പദാനുപദം പറയുന്നതല്ല, അത് ബാഹ്യമായിട്ടുള്ളതല്ലേ. ആന്തരികമായിട്ട് നമ്മൾ സ്വയം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പുസ്തകം മുറപ്പോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു അതിൻ്റെ എന്താണെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെയുണ്ട്. പക്ഷെ പലതും ഇതിനകത്ത് അലമുറയുടെ ഇതുണ്ട് അമ്മമാരുടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ മുറ പോലെ പോത്തിന് കിട്ടുന്ന മുറപ്പോത്ത് എന്ന് പറയുന്നത് അതിനാണ് സാറിന് കട്ടിയത്. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. ഇത് ബാക്കി ഒരു കാര്യം മോഡറേറ്റർ എന്നുള്ളതിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ശ്രീ സുരേഷ് ബാബു, നമ്മളെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമ്പോഴേക്കും ഈ മുറ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം, രമ എന്നുള്ള കഥാപാത്രം, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മോട് അവതരിപ്പിച്ച അനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം തിരുവനന്തപുരത്ത് യഥാർത്ഥമായി ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന കഥാപാത്രം എന്ന് പലരും ഇത് ചെയ്യുന്നുണ്ട്. കാരണം പലരും ഇത് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഒരു പെർഫോമൻസിലാണോ അതോ അങ്ങനെയുള്ള വല്ല കഥാപാത്രങ്ങളെയും ചേട്ടൻ അടിച്ചു മാറ്റിയതാണോ? അത് മീഡിയക്ക് മുന്നിൽ പറയാം. ഒരാളല്ല, ഒരുപാട് പേരുണ്ട് ഇവിടെ. ഈ ചേച്ചിയുടെ പ്രത്യേകിച്ച് രമ എന്ന് പറയുന്ന കഥാപാത്രങ്ങളൊക്കെ പലരും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. അതെ, ഒരുപാട് പേരുണ്ട്. ശരി, പല പല ആംഗിളിൽ ചെയ്യുന്നത്. പിന്നെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഒരുപാട് പരിചയമുണ്ട്. എത്ര വർഷം മുമ്പാണ് ഇത് മനസ്സിലേക്ക് വന്നത് ഈ കഥ? മുസ്തു ഞാനുമായിട്ട് ഒരു 15 വർഷത്തെ പരിചയം. അന്ന് ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു ആവേശപ്പെട്ട്. അതിൽ പിന്നെ കപ്പേളയിലാണ് ലാൻഡ് ചെയ്തത്. മുസ്തു ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അത് ഇപ്പോൾ അതേ സമയത്ത് തന്നെ അതിനു മുമ്പ് 13 വർഷത്തിന് മുമ്പാണ് ഈ ട്രിവാൻഡ്രം ക്യാൻസർ കുറച്ചുകൂടി വെറിയോടുകൂടിയൊക്കെ നമ്മളിങ്ങനെ ഭ്രാന്തമായിട്ടൊക്കെ പ്ലാൻ ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സത്യത്തിൽ പ്ലാൻ ചെയ്തിരുന്ന വേറെ ഒന്നുണ്ട് ഇതായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷനോട് പലതും പറയുന്ന കൂടെ ഇത് പറഞ്ഞപ്പോൾ ഒരു അട്രാക്റ്റഡ് ആയി, നമുക്കെന്നാൽ ഇതിലോട്ട് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതിലോട്ട് ലാൻഡ്. പക്ഷേ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ വർഷം സംസാരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് എഴുതി പുസ്തകം കൂടെ ഉണ്ടായിരുന്നു, ഇരുന്ന് നമ്മൾ എഴുതുന്നു, ചർച്ച ചെയ്യുന്നു, അങ്ങനെ ഈ രൂപത്തിലെത്തുന്നു.